ലോഗോസ് ക്യൂസ് 2024 പഠന ഭാഗമായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 13 ഭാഗം 2. ചോദ്യം 1. മാവ് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച എന്തുപോലെയാണ് ദൈവരാജ്യമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം പുളിപ്പ് പോലെ. ചോദ്യം 2. ഒരു സ്ത്രീ എത്ര അളവും മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം? ഉത്തരം 3 അളവ് മാവിൽ. ചോദ്യം 3. യേശു എവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നാണ് 22-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ജെറുസലേമിലേക്ക്. ചോദ്യം 4. എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നത്? ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. ചോദ്യം 5. അപ്പോൾ ഒരുവൻ യേശുവിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ചോദ്യം 6. പ്രവേശിക്കാൻ ആരെല്ലാം ശ്രമിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം അനേകം പേർ. ചോദ്യം 7. ഇടുങ്ങിയ വാതിലിലൂടെ അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം അവർക്ക് സാധിക്കുകയില്ല. ചോദ്യം 8. എന്തും പറഞ്ഞ് അവർ വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ. ചോദ്യം 9. എപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ. ചോദ്യം 10. അപ്പോൾ വീട്ടുടമസ്ഥൻ എന്താണ് പറയുക? ഉത്തരം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ചോദ്യം 11. അപ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വീട്ടുടമസ്ഥനോട് പറയുക? ഉത്തരം ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം 12. എവിടെ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വീട്ടുടമസ്ഥനോട് പറയുക? ഉത്തരം ഞങ്ങളുടെ തെരുവുകളിൽ. ചോദ്യം 13. എന്നാൽ വീട്ടുടമസ്ഥൻ എന്താണ് പറയുക? ഉത്തരം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ചോദ്യം 14. എന്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നാണ് വീട്ടുടമസ്ഥൻ പറയുക? ഉത്തരം അനീതി. ചോദ്യം 15. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് എത്ര പ്രാവശ്യമാണ് 13-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം 2 പ്രാവശ്യം. ചോദ്യം 16. ആരെല്ലാം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി നിങ്ങൾ കാണും എന്നാണ് പറയുന്നത്? ഉത്തരം അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും. ചോദ്യം 17. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങൾ എന്ത് ചെയ്യുന്നതുമാണ് കാണപ്പെടുക? ഉത്തരം പുറന്തള്ളപ്പെടുന്നത്. ചോദ്യം 18. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നത് കാണപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം വിലപിക്കുകയും പല്ലിറുമുകയും. ചോദ്യം 20. എവിടെ നിന്നെല്ലാമുള്ള ജനങ്ങൾ വന്നാണ് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുക? ഉത്തരം കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും. ചോദ്യം 21. അപ്പോൾ മുൻപന്മാർ എപ്രകാരമായി തീരും? ഉത്തരം പിൻപന്മാർ. ചോദ്യം 21. അപ്പോൾ പിൻപന്മാർ എപ്രകാരമായി തീരും? ഉത്തരം മുൻപന്മാർ. ചോദ്യം 22. ഇവിടെ നിന്ന് പോവുക എന്ന് യേശുവിനോട് പറഞ്ഞവർ ആര്? ഉത്തരം ചില ഫരിസേയർ. ചോദ്യം 23. ആര് നിന്നെ കൊല്ലാനൊരുങ്ങുന്നു എന്നാണ് ഫരിസേയർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം ഹെറോദേസ്. ചോദ്യം 24. അപ്പോൾ ഹെറോദേസിന് യേശു അഭിസംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം കുറുക്കൻ. ചോദ്യം 25. ഇന്നും നാളെയും ആരെ പുറത്താക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം പിശാചുക്കളെ. ചോദ്യം 26. താൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും എന്ത് നൽകുകയും ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം രോഗശാന്തി. ചോദ്യം 27. തന്റെ ദൗത്യം താൻ എപ്പോൾ പൂർത്തിയാക്കിയിരിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം 3-ാം ദിവസം. ചോദ്യം 28. എങ്കിലും എന്നെല്ലാം താൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ഇന്നും നാളെയും മറ്റന്നാളും. ചോദ്യം 29.
എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇന്നും നാളെയും മറ്റന്നാളും താൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത്. ഉത്തരം: ജെറുസലേമിന് പുറത്തു വെച്ച്. ചോദ്യം 30. പ്രവാചകന്മാരെ കൊല്ലുന്ന നഗരം ഏതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ജെറുസലേം. ചോദ്യം 31. എങ്ങനെയുള്ളവരെ ജെറുസലേം കല്ലെറിയുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ. ചോദ്യം 31. എങ്ങനെയുള്ളവരെ ജെറുസലേം കല്ലെറിയുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ. ചോദ്യം 32. എന്തിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന്. ചോദ്യം 33. എന്തുപോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ. ചോദ്യം 34. നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ എന്തു ചെയ്തില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: സമ്മതിച്ചില്ല. ചോദ്യം 35. നിങ്ങളുടെ ഭവനത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പരിത്യക്തമായിരിക്കുന്നു. ചോദ്യം 36. നിങ്ങൾ എന്ത് പറയുന്നത് വരെ നിങ്ങളെ തന്നെ കാണുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ചോദ്യം 37. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 35. ചോദ്യം 38. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ എന്തെല്ലാം? ഉത്തരം: പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നഗരം നാശം, ഫലം തരാത്ത അത്തിവൃക്ഷം, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, കടുകുമണിയും പുളിമാവും, ഇടുങ്ങിയ വാതിൽ, ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: എന്തിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുവിൻ എന്നാണ് യേശു അവരോട് പറഞ്ഞത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.